പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന വീഡിയോ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എടുക്കുക, അത് നമ്മൾ നമ്മുടെ കസ്റ്റമർക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, പിന്നെ നമുക്ക് ഏജിങ് അനാലിസിസ് ഓൾ കസ്റ്റമറുടെ ഏജിങ്ങും സപ്ലയറുടെ ഏജിങ്ങും എങ്ങനെ ബാലൻസ് ഉണ്ട്, എത്ര ഡേയ്സ് ആയെന്നൊക്കെ എടുക്കാൻ വേണ്ടി. ഫസ്റ്റ് നിങ്ങൾ F11 ഫീച്ചേഴ്സിൽ പോയിട്ട് അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജിൽ മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ളത് എസ് ആക്കി കൊടുക്കണം. ഞാനിത് ഓൾറെഡി എസ് ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോ ആണെങ്കിൽ അത് എസ് ആക്കി കൊടുക്കണം. എന്നാലും മാത്രമേ നമുക്കിതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് കറക്റ്റായിട്ട് ബിൽ വൈസ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, നമ്മളപ്പോൾ അത് എസ് ആക്കി കൊടുത്തിട്ട് സേവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് സെയിൽസിൻ്റെ കസ്റ്റമർ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ എന്നുള്ളത് എസ് ആക്കി കൊടുക്കണം. അതുപോലെ ഡിഫോൾട്ട് ക്രെഡിറ്റ് പീരീഡും നമ്മൾ കൊടുക്കണം. ഒരു കസ്റ്റമർക്ക് ഇപ്പോൾ എത്ര ഡേയ്സ് ആണോ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റ്. ഇനി ക്രെഡിറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ 0 കാണിച്ചാൽ മതി. ഇനി ക്രെഡിറ്റ് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ആ ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെൻറ്റിൽ എസ് ആക്കി കൊടുത്താൽ മാത്രമേ ആ ഓപ്ഷൻ അവിടെ വരികയുള്ളൂ, ഈ ബിൽ ബൈ ബിൽ എന്നുള്ള എസ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് എല്ലാ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഡിഫോൾട്ട് ക്രെഡിറ്റ് പീരീഡും ഇത് ബിൽ ബൈ ബിൽ എന്നുള്ളത് എസ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് നോക്കുക എന്നുള്ളത്, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് കാണാം. ഔട്ട്സ്റ്റാൻഡിങ്ങിൽ പോയാൽ നിങ്ങൾക്ക് റിസീവബിൾ, പേയബിൾ, ലെഡ്ജർ, ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് റിസീവബിൾസിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതൊക്കെ റിസീവബിൾസിലാണ് വരിക, പർച്ചേസ് ചെയ്യുന്നത് പേയബിൾ. നമുക്ക് റിസീവബിൾസ് നോക്കാം. ഇവിടെ ഇത്രയും ഇൻവോയ്സുകൾ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും പേയ്മെൻറ്റുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഇൻവോയ്സ് ചെയ്തു, പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിവിടെ നമുക്ക് എത്ര ഡ്യൂ ആയിട്ടുണ്ടോ ആ ഡ്യൂ കാണാം. ഡ്യൂ ഓൺ ഏത് ഡേറ്റിന് ഡ്യൂ ആയെന്ന് കാണാം. ഈ ഡേറ്റിന് ഡ്യൂ ആയെന്ന് കാണിക്കുന്നത് നമ്മൾ ഏതാണോ ക്രെഡിറ്റ് പീരീഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചാണ്. 90 ഡേയ്സ് ക്രെഡിറ്റ് പീരീഡ് ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിൽ 1 ഇൻവോയ്സ് ചെയ്തത് 90 ഡേയ്സ് കഴിഞ്ഞിട്ട് മാത്രമേ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 1 മാത്രമേ ഡ്യൂ ആവുള്ളൂ. അതാണ് നമുക്ക് ഇവിടെ കാണാം. ചിലത് 1 ജൂലൈ. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതും 1 ജൂലൈ ആണ്. നിങ്ങൾ ഏത് ഡേറ്റിലാണോ കറണ്ട് ഡേറ്റ് ഉള്ളത് ആ ഡേറ്റിലേക്കാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വരിക. ഓക്കെ, ഇപ്പോൾ ഇത് 1 ജൂലൈയിലേക്കാണ് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 90 ഡേയ്സ് ഉള്ളത് ഇന്നേക്ക് ഡ്യൂ ആണെന്ന് കാണാം. 30 ഡേയ്സ് ഉള്ളത് നമുക്ക് 61 ഡേയ്സ് ഡ്യൂ ആയിട്ട് കാണാം. ഇനി F11 ഓൾട്ട് F1 അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇതിന് ഏതെങ്കിലും ഒന്നിന് പാർഷ്യൽ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇതിനൊന്നും പേയ്മെൻറ്റ് ഞാൻ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കാണാതെ. ഇനി F6 ആണ് നമ്മൾ ഏജിങ് എടുക്കുന്നത്. ഇത് ബിൽ ഡേറ്റിന് എടുക്കാം, അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിന് എടുക്കാം. ബിൽ ഡേറ്റിന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കും. ഈ ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് നമുക്ക് എത്ര വേണം കൊടുക്കാം. നിങ്ങളിൽ ചിലപ്പോൾ ഇതുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് 0 to 60 കൊടുക്കാം, 0 to 30, അല്ലെങ്കിൽ 0 to 365, 1 ഇയറിന് അബോവായ എത്ര പേയ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ടോട്ടൽ എമൗണ്ട് എത്രയുണ്ടെന്ന് ഫസ്റ്റ് കോളത്തിൽ കാണാം, പെൻഡിങ് എമൗണ്ട്. പിന്നെ ബിലോ 30 എത്രയുണ്ട്, 30 to 60 നമുക്ക് എത്ര കിട്ടാനുണ്ട്, 60 to 90 ഇത്ര എമൗണ്ട് ഉണ്ട്, അങ്ങനെ അബോവ് 365 അടിച്ച് അബോവ് 1 ഇയർ ഡ്യൂ ആയ എമൗണ്ട് എത്രയുണ്ട് എന്നൊക്കെ നമുക്ക് ഇത് ഓൾട്ട് ഈ അടിച്ച് എക്സലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ഒരു മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് റിപ്പോർട്ട്, ഏജിങ് അനാലിസിസ്, ഓഡിറ്റിങ്ങിനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കിപ്പോൾ ഓൾട്ട് F7 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. കസ്റ്റമർ വൈസ് ആരും നമ്മൾ ഇൻവോയ്സ് വൈസാണ് കണ്ടിരുന്നത്. ഓരോ ഇൻവോയ്സുകൾ ഒരേ കസ്റ്റമർ തന്നെ ഇടയിലൊക്കെ കാണാം. ഇത് ഓരോ കസ്റ്റമർ വൈസായിട്ട് നമുക്ക് കാണാൻ ആ ഓൾട്ട് F7 അടിച്ചാൽ മതി. നെക്സ്റ്റ് പേബിൾ ആണ്. പേബിളിൽ നമുക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ലെഡ്ജർ. ഈ ലെഡ്ജറിലാണ് നമ്മുടെ എല്ലാ കസ്റ്റമറും വരിക. അപ്പോൾ സപ്ലയറും കസ്റ്റമറും ഒക്കെ ഇതിലാണ് വരിക. ഇതിൽ നിന്ന് നമുക്കൊരു കസ്റ്റമറുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ആ കസ്റ്റമറെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിപ്പോൾ നമുക്ക് ഈ 3 ഇൻവോയ്സാണ് ഈ കസ്റ്റമർക്ക് പെൻഡിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് പ്രിൻ്റ് എടുത്ത് കൊടുക്കാൻ ഓൾട്ട് P പ്രസ് ചെയ്യുക. ഓൾട്ട് പ്ലസ് P പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രിൻറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മളത് റൈറ്റിലൊരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ ഇവിടെ ഞാൻ നോ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഓൾറെഡി പ്രിൻ്റ് പ്രിവ്യൂ കാണും. പ്രിൻ്റ് പ്രിവ്യൂ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ വിത്ത് പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓൾട്ട് P എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെയാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവുക. ഇതിൽ കാര്യമായ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, സബ്ജക്റ്റ് ഇല്ല, പിന്നെ 0 to 60 ഡേയ്സ് എത്ര എമൗണ്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വീണ്ടും നിങ്ങൾ ഓൾട്ട് P അടിച്ചിട്ട് നോ കൊടുക്കുക. പ്രിൻ്റ് നോ കൊടുത്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, പ്രിൻ്റ് റിമൈൻഡർ ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ. അത് നിങ്ങൾ എസ് ആക്കി കൊടുക്കുക. ഓക്കെ, അത് എസ് ആക്കി കൊടുത്ത് എൻ്റർ അടിക്കുക. വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ എങ്ങനെയാണോ നിങ്ങൾക്ക് പ്രിൻ്റ് വേണ്ടത്, 30 to 60 ഡേയ്സ് ഡ്യൂ ആയത് ഇത്ര എമൗണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ അത് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ഡെസിഗ്നേഷൻ ഓഫ് സൈനിങ് അതോറിറ്റി എന്ന് കാണാം. അത് എസ് ആക്കി, അതുകൂടെ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുത്തത്, നിങ്ങളുടെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ അക്കൗണ്ടൻറ്റോ സീനിയർ അക്കൗണ്ടൻറ്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതുകൂടി നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരും. ഇത് നിങ്ങൾ എൻ്റർ അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക്
എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. കസ്റ്റമറുടെ നെയിം വന്നിട്ടുണ്ട്, നമ്മുടെ കമ്പനി നെയിമുണ്ട്, ഫ്രം, പിന്നെ അതുപോലെ സബ്ജക്റ്റ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ്, പിന്നെ 0 to 30 ഡേയ്സ് ഇത്ര എമൗണ്ട്, 30 to 60 ഡേയ്സ് ഇത്ര ഡ്യൂ ആയി, എബവ് 90 ഡേയ്സ് ഇത്ര ഡ്യൂ ആയി. അതുപോലെ നിങ്ങളുടെ താഴത്ത് നിങ്ങളുടെ സൈനിങ് അതോറിറ്റിയും സിഗ്നേച്ചർ നെയിം വന്നു, ആരാണ് ഇത് അയച്ചിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏത് കസ്റ്റമറുടെ വേണമെന്നെങ്കിലും എടുക്കാം. ഇതിപ്പം ഇതുപോലെ എന്നിട്ട് നിങ്ങൾക്കിത് പ്രിൻ്റ് എടുത്തിട്ട് ഒറ്റ PDF ആയിട്ട് സേവ് ചെയ്തിട്ടോ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെയാണ് ഒരു കസ്റ്റമറുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കസ്റ്റമറുടെ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കാം. ഒരു ഇൻവോയ്സ് ഡ്യൂ ആയിട്ടുള്ളൂ, ഇവിടെ ഒരു ഇൻവോയ്സ് ഉള്ളൂ, ഇവിടെ 2 ഇൻവോയ്സ് ഉണ്ട്. ഇതും നമുക്ക് ഓൾ ടു പി അടിച്ചിട്ട് ഇതേപോലെ പ്രിൻ്റ് എടുത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം ലെഡ്ജർ നോക്കി. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാണ്ട് ഗ്രൂപ്പിലെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ, അതായത് സൺട്രി ഡെപ്റ്റേഴ്സ്, ഫുൾ ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് അതിൽ ടോട്ടൽ എമൗണ്ട് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സൺട്രി ഡെപ്റ്റേഴ്സ് എടുക്കാം, വേണമെന്നില്ല, ഓരോ കസ്റ്റമറുടെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഏജിങ് അനാലിസിസ് എടുക്കാം. നേരത്തെ നമ്മൾ റിസീവബിൾസിൽ എടുത്ത പോലെ തന്നെ സെയിം തന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓൾ F7 അടിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വൈസായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഏജിങ് അനാലിസിസും ഒക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് നേരത്തെ എടുത്തതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റും. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ടോട്ടൽ എത്ര കസ്റ്റമർക്ക് നമുക്ക് കിട്ടാനുണ്ടോ. നമ്മൾ 365 കൊടുത്തു കഴിഞ്ഞാൽ 1 ഇയർ അബവ് എത്ര പേയ്മെൻറ്റ് ഉണ്ട്. ഇതുപോലെ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടാനുള്ളത് കാണിക്കും നിങ്ങളുടെ കമ്പനിക്ക് 1 ഇയറിൽ. അതുപോലെ 30 ഡേയ്സ് ആയത്, 60 ഡേയ്സ് ആയത്, അതിൻ്റെ അങ്ങനെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് ഓൾ ടി അടിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യാനും ഓഡിറ്റർക്ക് കൊടുക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ടാലി സംബന്ധിച്ച കൂടുതൽ വീഡിയോസിന് നിങ്ങൾ അവിടെയുള്ള റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.